വാ വാ അങ്ങോട്ട് നോക്കാം. ഇങ്ങോട്ടോ വാടാ വാ. മേഘ ബാഗ് ഞാൻ പിടിക്കണം. വേണ്ട. വേറെ എന്തെങ്കിലും വേണ്ട. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഓട്ടോ വിളിച്ച് പോവാ. വാ എന്താ പിടിക്കാം. മേഘ ഓട്ടോ മേഘ പോകേണ്ട അടുത്തേക്ക് തന്നെയാണ്. എനിക്ക് പോകണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയാലോ? തനിക്ക് എങ്ങോട്ടാ പോണ്ടേ? കുതിരൊളി. ഓ അങ്ങോട്ടാണോ? ಹೌದಾ ಸರಿ ಸರಿ ಆಯ್ತು ಮಾಡ್ತೀನಿ ഷെട്ടിയുടെ ಎಲ್ಲಿಗೆ ಸರ್ എടാ നീ സംസാരിക്കേ. അകത്തോട്ട് കയറി ഇരുന്നെ ഭാഷ ಎಲ್ಲಿಗೆ ಹೇಳಿ ಸರ್ അണ്ണാ ഈ ഡോക്ടർ ഷെട്ടി കോളേജ് കതിരി ഡ്രോപ്പ് ആണല്ലോ. ಸರಿ ಸರಿ ಕೂತ್ಕೊಳ್ಳಿ ಸರ್ ഓ ചേട്ടാ 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 നിർത്ത്. മേഘല്ലേ? ഇല്ല ഞാൻ വേറെ വിളിക്കാം. അപ്പൊ ഞാൻ ചേട്ടാ ജാവോ ജാവോ. ഏത് വഴി? നില്ലണ്ടി. ബൈ. അണ്ണാ ಎಲ್ಲಿಗೆ वो ऑटो फॉलो करो. ഓക്കെ फॉलो ഇവന് എവിടെ പോയി? നീ എവിടെ പോയി കിടക്കടാ? ഇവന്മാരെല്ലാം കത്തിരിക്കാം മാമ. കേറ് വണ്ടിയില്. അണ്ണാ പോലാം പോലാം. ಶೆಟ್ಟಿ ಕಾಲೇಜ್ ಹತ್ರ ತಾನೆ എന്ത് ഭാഷ? മംഗലാപുരം പോലും മംഗലാപുരം. ഞാൻ അവളുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞതാണ്. അവിടെ പന്തളം NSS കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാം. ഫാസ്റ്റ് ഫാസ്റ്റ്. എത്താറാകുമ്പോ അയാൾ പറയും ഇങ്ങോട്ട് കേറി. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഏതാ ഈ ഗോഡൗൺ? അയ്യോ മാമ, ഇതൊരു ഫാമിലിക്ക് നിക്കാൻ പറ്റിയ സെറ്റപ്പ് ആയിട്ട് തോന്നില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നോക്കിയാലോ? ഫാമിലി അതിന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എടാ ഇവിടെ നിന്നെ ആരും റേപ്പ് ചെയ്യാൻ ഞാൻ നോക്കിക്കോളാം. എടാ മാത്രമല്ല ഇവിടെ ആകുമ്പോൾ ഒരു 250-300 ഒതുങ്ങും ചെയ്യും. നീ വന്നേ. കുറച്ചുകൂടെ തപ്പിയാ നല്ല വർക്കത്തുള്ള ഒരു ഹോട്ടൽ കിട്ടിയാല് ആരോട് പറയാൻ. എന്നാ നമുക്ക് തപ്പിയാലോ? എടാ ഇതാകുമ്പോ കോളേജിന് അടുത്തല്ലേ. പിന്നെ പാതിരാത്രി ഇനി 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് നടക്കല്ലേ. അതിനാണല്ലോ വന്നത്. നീ വന്നേ. അങ്ങേര് ഇങ്ങനെ വരുന്നു പറയാ. ഉറക്കാൻ വന്നിട്ട് വയ്യ. ಮೇಡಮ್ ಈ ಲಾಡ್ಜ್ ಬೇಕಾ? ಹತ್ರದಲ್ಲೇ ಹೋಟೆಲ್ ಡ್ರೀಮ್ಸ್ ಲಾಡ್ಜ್ ಇದೆ, ಅಲ್ಲಿಗೆ ಹೋಗೋಣವಾ? വേണ്ട. എന്ത് ഡ്രീംസ്? ಮೇಲೆ 104 ರೂಮ್ ಸರ್ 1 ಮಿನಿಟ್. ഇത് മനസ്സിലായില്ലേ? നമ്മുടെ ഉറക്കത്തിന്റെ കാര്യം തീരുമാനമായി. ഓ വാ പോവാ. നടക്ക്. ലിഫ്റ്റുമില്ല. ഇവിടെയൊക്കെ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഓണം. ഓണമല്ല, ദസറ. നവരാത്രി തുടങ്ങിയ പിന്നെ 10 ദിവസത്തേക്ക് അവന്മാരുടെ അയ്യര് കളി. നാട്ടിലെ പുലികളി പോലെ വെറുതെ കൊടവയറിട്ടിളക്കുന്ന പരിപാടിയല്ല ഇത്. നല്ല തികഞ്ഞ അഭ്യാസികളാ. അഭ്യാസി കൊല്ല. ഇതാണോ മുറി? എക്സ്ക്യൂസ് മീ, നീഡ് 1 റൂം. ಹೆಸರು എന്ത്? ನೇಮ್ ಅಂಡ್ ಅಡ್ರೆಸ್. ചേട്ടാ ക്ലീൻ റൂം പ്ലീസ് പ്ലീസ്. ಡೀಲಕ್ಸ್ ರೂಮ್ ಸ್ಪೆಷಲ್ ಫಾರ್ ಡೀಲಕ್ಸ್. സേതു നീ കുളിക്കണ്ട? മാമൻ കുളിച്ചോ, ഞാൻ പിന്നെ കുളിച്ചോളാം. ആ കിടക്കുന്ന കിടപ്പ് കേട്ടോ, വെട്ടിയിട്ട വാഴ പോലെ.
ಏ ಎಂತ ನಮ್ಮ ಏರಿಯಾಗೆ ಬಂದು ಹುಲಿ ವೇಷ ಮಾಡೋಷ್ಟು ಧೈರ್ಯ ಬಂತ ನಿಂಗೆ? ಏರಿಯಾ ಏರಿಯಾ ನಿಮ್ ಹೆಸರಲ್ಲಿ ಬರ್ದಿದ್ಯಾ? ಏರಿಯಾ ಗಿರಿಯಾ ಏನಿಲ್ಲ, ಊರೆಲ್ಲ ನಮ್ದೆ. ಏ ಬಡ್ಡಿ ಮಗನೇ, ನಮ್ಮ ಏರಿಯಾಗೆ ಬಂದು ನಮ್ಮ ಹತ್ರನೇ ಅಹಂಕಾರ ತೋರಿಸ್ತೀಯ? ಗೇಟ್ ಕ್ಲೋಸ್ ಮಾಡೋ ತಪ್ಪಿಸ್ಕೋಬಾರ್ದು. ಬನ್ರೋ, ಇಲ್ಲೇ ಇದ್ದಾನೆ ನನ್ನ ಮಗ. ಸಾರಿ ಸಾರಿ. ಥ್ಯಾಂಕ್ ಯು ಬ್ರದರ್. ಏಯ್ ನಡಿಯೋ. ಎಲ್ಲೋ ಯಾರದು ಹುಡುಗಿ? ಗೊತ್ತಿಲ್ಲ ಮಾರಾಯ. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ಮರಯ. മേഘ, നിത് എന്ത് ഉദ്ദേശം ഇറങ്ങി പുറപ്പെട്ടെ? നിന്നെ നിത് എന്ത് ഉദ്ദേശം ഇറങ്ങി പുറപ്പെട്ടെ? നിന്നെ വിശ്വസിച്ചിട്ട് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ടില്ല ഇറങ്ങിയത്. ഒച്ച വെക്കല്ലേ, ഞാൻ നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞല്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്ത് തരത്തിൽ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും ചെയ്തു? നമ്മുടെ മുന്നിൽ ആകെ ഉണ്ടായിരുന്ന വഴിയത്. നീയല്ലേ പറഞ്ഞ വീട്ടുകാർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നു. നീ ചെന്ന് പറ നിന്റെ മാമന്മാരോട്. എല്ലാവർക്കും വേണ്ടി ലൈഫ് കോംപ്രമൈസ് ചെയ്ത് ഞാൻ മടുത്തു. നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ പറയാം. എന്റെ പൊന്നു മേഘ, നീ ഇപ്പൊ ചെന്ന് അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുക്കും. ഐസ് വീട്ടിലായിരിക്കും എന്നെ വീട്ടിലെത്തിക്കുക. ಸರ್ ಐಸ್ ವಾಟ್ರು. ആ എന്തൊക്കെയാടോ? പോടോ പോടോ. പഠിച്ചേ, എല്ലാ ആൾക്കുളത്തോടെ ഉണ്ട്. അതെ, ഇപ്പൊ എന്റെ തലയിൽ ഒന്നും വരുന്നില്ല. നീ എനിക്ക് ഈ ഒരു രാത്രിയും കൊടുത്താ ഞാൻ എന്തെങ്കിലും ഒരു ടൈപ്പ് കണ്ടുപിടിച്ചോളാം. എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ നാളെ രാവിലെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ മാമാരുടെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറയും, ഉറപ്പൊക്കെ. അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അത് രാവിലെ അവിടെ എനിക്ക് മുമ്പേ ഞാൻ നിന്നെ ഒന്ന് കണ്ടോളാം. നീ ഇപ്പൊ തൽക്കാലം റെസ്റ്റ് എടുക്ക്. ബിജുമാമൻ ഇപ്പൊ ഇറങ്ങും. മേഘ, നീ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നീ തൽക്കാലം ഡോറ് ലോക്ക് ചെയ്ത് കിടന്നുറങ്ങാൻ നോക്കാം. ആരും ഒന്ന് വിളിച്ചാലും തുറക്കാൻ നിൽക്കണ്ട. പിന്നെ ഫോൺ കളഞ്ഞല്ലോ അല്ലേ? ആ, കുറ്റി ടൈറ്റായിട്ട് ഇട്ടോ.